പ്രാവശ്യവും കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിളവിൻ്റെ സന്തോഷത്തിലാണ് ഓരോ കർഷകരും നമ്മളോട് സംസാരിക്കാറുള്ളത്. ഇപ്പോഴത്തെ എപ്പിസോഡ് മറ്റൊരു വ്യത്യസ്തമായ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. കുറച്ചധികം നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭൂമിക ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല വെയിലുണ്ട്. കരിവള്ളൂരെ കുണിയനിൽ കുട്ടമ്പഴി പാടശേഖരത്തിന്റെ വയലിലാണ് ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത്. ഭൂമികയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കർഷകനും കൃഷിയും തമ്മിലുള്ള ആത്മബന്ധമാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തിരുന്നത്. കർഷകൻ എങ്ങനെയാണ് കൃഷിയെ നോക്കിക്കാണുന്നത്, എത്തരത്തിലാണ് അത് പരിപാലിക്കുന്നത്, ഒക്കെയും തന്നെ നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ കർഷകന്റെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത്. ചരിത്രത്തിൽ ഇടം നേടിയൊരു ഭൂമിയാണ് നമ്മുടെ കുണിയൻ ഭൂമി പറഞ്ഞാൽ. അതായത് കരിവള്ളൂരിൻ്റെ നെല്ലറ. ആ നെല്ലറ വെച്ചാൽ 79 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 47 കാലഘട്ടങ്ങളിൽ നെല്ലിനോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം ഭരിച്ച മണ്ണാണ് നമ്മളെ മണ്ണ്. അത് ഈ നെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ കൃഷിഭൂമിയിൽ നിന്ന് കൊയ്തെടുത്ത നെല്ല് കൊണ്ടുപോകുമ്പോൾ അതിനെ എതിർത്തതിൻ്റെ പേരിലാണ് ആ രക്തസാക്ഷിത്വം വഹിച്ചത്. ആ രക്തസാക്ഷി ഇപ്പോൾ 79ാമത്തെ ചത്തോറൂട്ടൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ചത്തോറൂട്ടലാണ് ഇപ്പോൾ കഴിഞ്ഞു കൊടുക്കുന്നത്. ആ ചത്തോറൂട്ടൽ ഇനി ചത്തോറ് കൂട്ടാൻ, അതായത് ഉണങ്ങലരി വെച്ച് വെല്ലോട്ട് ഉണങ്ങലരി വെക്കണമെങ്കിൽ ഈ കുണിയൻ ഭൂമിയിൽ ഇപ്പം നെല്ല് കിട്ടാനില്ല. അതിപ്പം ഹൈദരാബാദ് എവിടുന്നാന്ന് പുറത്ത് ഏത് സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് അതിനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നു ഇപ്പോഴത്തെ അവസ്ഥ. കരിവള്ളൂരിൻ്റെ നെല്ലറ തന്നെയാണ് കുണിയൻ ഗ്രാമം. ഇവിടെ എല്ലാ കാലത്തും നെൽകൃഷി ചെയ്യുന്നവരാണ് ഇവിടുത്തെ കർഷകർ. ഈ പ്രാവശ്യം ഉപ്പുവെള്ളം കയറിയത് കൊണ്ട് വലിയ രീതിയിൽ ഏക്കറുകളോളം നെൽകൃഷിയാണ് ഈ പ്രാവശ്യം കർഷകർക്ക് നഷ്ടം വന്നിട്ടുള്ളത്. ഒട്ടേറെ പ്രതീക്ഷകളുമായാണ് കർഷകർ കൃഷി ഇറക്കുന്നത്. എല്ലാ പ്രാവശ്യവും കുണിയന്റെ വയലിൽ ഉപ്പുവെള്ളം കയറാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ പ്രാവശ്യം അതിലേറെ ഇരട്ടിയാണ് ഉപ്പുവെള്ളം കയറിയിരിക്കുന്നത്. അത് എത്രത്തോളം കർഷകരെ ബാധിച്ചിട്ടുണ്ട് എന്നറിയാൻ അവരുടെ വാക്കുകൾ തന്നെ ധാരാളം. നെല്ലിന്റെ അവസ്ഥയാണ് ഇതിൽ ഒരു നിറഞ്ഞ മണി ഒന്നും ഇരണ്ടാവില്ല. വേണമെങ്കിൽ സാമ്പിൾ കാണിച്ചു തരാം, വിശദമായിട്ട് കാണിച്ചു തരാം. ഒരു മണി പോലും എടുക്കാനുണ്ടാവില്ല. നോക്കോ, ഇതാണ് ഉപ്പുവെള്ളം കയറിയ വയലിൻ്റെ മണിയുടെ അവസ്ഥ. ഇതാണ് കുട്ടൻപഴി പാടശേഖരത്തിലെ നെല്ലിൻ്റെ അവസ്ഥ. ഇതിലൊന്നും ഒരു മണി പോലും എടുക്കാനില്ല. ഏത് വികസന പ്രവർത്തനവും നിർത്തി വെക്കാൻ പറ്റും അടുത്ത വർഷത്തേക്ക്. പക്ഷേ ഉപ്പുവെള്ളം കയറിയ വയൽ പിന്നെ അടുത്ത വർഷത്തേക്ക് കൃഷി ചെയ്യാനാവില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സഡൻ ബ്രേക്കായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട വിഷയമാണ് ഉപ്പുവെള്ളം കയറലും ആ വയലിനെ സംരക്ഷിക്കേണ്ട ഒരു കടമ. അത് സർക്കാർ ഏറ്റെടുത്തേ തീരും. കുട്ടമ്പഴി പാടശേഖരത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. കാലാകാലങ്ങളിൽ കുട്ടമ്പഴി പാടശേഖരവുമായി ബന്ധപ്പെട്ട് കുണിയൻ പ്രദേശത്ത് പൊതുവെ ഉപ്പുവെള്ളത്തിൻ്റെ അതിതീവ്രത ഉണ്ടാവാവുന്ന ഒരു സമയമായിരുന്നു മുമ്പല്ല. ഇപ്രാവശ്യം അതിൽ എത്രയോ ഭയാനകമായ ഒരവസ്ഥയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒട്ടനവധി പ്രദേശത്ത് ഈ കുട്ടമ്പഴി പാടശേഖരത്തിൻ്റെ ഒരു
പകുതിയോളം സ്ഥലങ്ങളിൽ ഇപ്രാവശ്യം ഉപ്പുവെള്ളം കയറി കൃഷി ഒരു കണക്കിന് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കൃഷിക്കാർക്ക് തീരെ എടുത്ത പണിക്ക് കൂലി കിട്ടാത്തൊരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾ പാടശേഖരവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പരിഹാരം എന്ന നിലയിൽ ചെറിയൊരു സൗകര്യം ഇപ്പോൾ ചെയ്തു തന്നിട്ടുണ്ട്. ഒരു ബണ്ട് നിർമ്മാണം വന്നിട്ടുണ്ട്. ബണ്ട് നിർമ്മാണം വന്നതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കൂടുതൽ നമുക്ക് വേണ്ടുന്നത് ഇതിനേക്കാൾ കൂടുതൽ അപ്പുറം ഒരു അണക്കെട്ട് കെട്ടുക എന്നതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെന്നില്ലാന്ന് MLA ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കൂടി വന്നാൽ മാത്രമേ നമ്മുടെ കുട്ടമ്പഴി പുണിയം പ്രദേശം മൊത്തം ഈ ഒരു ഉപ്പുവെള്ള പരിഹാരം കാണാൻ കഴിയൂ. ഇവിടെ ഈ കുണിയൻ വയലിൽ വർഷാവർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നില്ലേ അല്ലേ? അതെ അതെ. പേര് ലക്ഷ്മി. അപ്പോൾ ഇവിടെ ഈ ഇത്രയും വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുമ്പോൾ എല്ലാ തവണയും ഉപ്പുവെള്ളം കയറാറില്ലേ? ഇല്ല, ഇത്രയും ഇതായിട്ട് ഇതുവരെ കയറിയിട്ടുണ്ടായിട്ട. ഇത് ആദ്യത്തെ തവണയാണ് ഇങ്ങനെ ഉപ്പുവെള്ളം കയറുന്നത് അല്ലേ? കുറച്ച് ഭാഗം പോകുന്നല്ലാണ്ട് ഇങ്ങനെ ഇതുവരെ പോയിട്ട. ഈ പ്രാവശ്യം എത്രത്തോളം കൃഷി ചെയ്തിട്ടുണ്ട്? എങ്ങനെ നഷ്ടം വന്നിട്ട് എത്രത്തോളം നഷ്ടം? പ്രാവശ്യം എല്ലാം നഷ്ടമില്ലു. ആകാം ഒന്നുമില്ല. നെല്ല് കാൽഭാഗം നെല്ലില് സാധാരണ കിട്ടുന്ന ഒരു കാൽഭാഗം നെല്ല് മാത്രമാണ് ഇപ്രാവശ്യം ഉള്ളത്. അതന്നെ പുല്ലെല്ലാം ഇപ്പം ചളിയിൽ പോയിട്ടായില്ലത്. അവരിപ്പോ നെൽകൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ നെല്ല് ഉപയോഗിക്കാം, വൈക്കോല് ഉപയോഗിക്കാം. അത്തരത്തിൽ വൈക്കോലെല്ലാം പോയി ചളിയിൽ. വൈക്കോല് പോലും കിട്ടാത്തൊരവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഈ ഉപ്പുവെള്ളം കയറുന്നതിലൂടെ ഈ നെല്ല് അടിയുന്നുണ്ടോ കണ്ടത്തിൽ? അങ്ങനെ നമുക്ക് പുല്ല് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ? വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലല്ല, അതിപ്പം അരച്ചട്ടയായിട്ടാണ്. ചട്ട നെല്ലായിട്ടാണുള്ളത്, കറുപ്പ് കളറും അങ്ങനെയാണുള്ളത്. നല്ല നെല്ലല്ല, തടിച്ച വണ്ട്. അത് ഇപ്പം പാറ്റിയാലും ദൂരെ പോവാത്തൊരു വണ്ടാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയാണ്? ഈ ഉപ്പുവെള്ളത്തിന്റെ മാത്രം കാരണമാണത്. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ട. ഞാനിപ്പോൾ ഒരു 10-12 വർഷമായി കൃഷി ചെയ്യുന്നു. ഇതുവരെ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് അധികൃതരോടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഉപ്പുവെള്ളം ഈ പ്രാവശ്യമാണ് ഇങ്ങനെ ഇതായിട്ട് കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അധികമായിട്ട് കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഏറ്റത്തിൻ്റെ ആണെന്ന് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് നമുക്ക് വലിയ അറിവൊന്നുമില്ല. അതിനുള്ള പ്രതിവിധി എന്തായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഈ ഉപ്പുവെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധി എന്തായിട്ടാണ് പറയുന്നത്? എന്ന് പറഞ്ഞാൽ പഞ്ചായത്തും കൃഷിഭവനെല്ലാം ഏറ്റെടുത്തിട്ട് അതിനുള്ള സംവിധാനമെല്ലാം ആക്കണം എന്നാണ്. എന്നാലേ നമുക്കിപ്പം കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അടുത്ത വർഷം കൃഷി ചെയ്യണമെങ്കിൽ ഈ ഉപ്പുവെള്ളം കയറിയതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഉപ്പുവെള്ളം ഈ വയലിലൊക്കെ കയറുന്നത് അനുബന്ധിച്ച് തന്നെ ഈ നമ്മുടെ തൊട്ടടുത്ത വീടുകളിലേക്ക് കിണറുകളിലേക്കും ഒക്കെ തന്നെ അത് ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല? ബാധിക്കും. ഉപ്പുവെള്ളം ഈ വെള്ളം പ്രത്യേകിച്ച് നമ്മളെ വെള്ളം കുടിക്കാൻ പറ്റില്ല. നമ്മൾ വേറെ വീട്ടിൽ നിന്ന് എടുക്കൽ എല്ലാ ആവശ്യത്തിനും വീട്ടാവശ്യത്തിനെല്ലാം നമ്മളെ കിണറിൽ ഇപ്പോൾ അധികം ആ വെള്ളം കിണറിൽ കൂടെ ബാധിച്ച് നല്ല ഉപ്പ് രുചി വന്നിട്ടുണ്ട്. ചേച്ചി ഇപ്പോൾ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നുണ്ടോ ഇവിടെ? അത്ര കയറ്റ കുറച്ച് വർഷമായിട്ടുള്ളൂ. എൻ്റെ അച്ഛനാണ് ചെയ്യല്. ഇപ്പം കുറച്ചായി. പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ? ഇത് ഇപ്പം പറഞ്ഞാൽ ഒരു നെല്ലിന്റെ മണി പോലും എടുക്കാനില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ കുണിയൻ എന്നുള്ള പ്രദേശത്ത് ഭൂരിഭാഗം സ്ഥലത്ത് ഈ ഉപ്പുവെള്ളം കയറിയിട്ടുണ്ടോ? ഒട്ടുമിക്ക സ്ഥലത്തുണ്ട്. ഒട്ടുമിക്ക കൂടുതലുണ്ട്. ഈ ഒരു കൃഷി ഇപ്രാവശ്യം ഇങ്ങനെ നശിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി ഒരു അടുത്ത തവണ കൃഷി ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ? ഇത് മടുപ്പ് വന്നു. ഇനിയിപ്പം കൃഷി ചെയ്യാനുള്ള ഇത് നമുക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് കൃഷി രഹിത ഇത് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. പക്ഷെ എല്ലാവരും ഇതിൽ പിന്തിരിയാനാണ് ഉള്ളത്. കൃഷി ചെയ്യൂല ആരും. ഇങ്ങനെ നമ്മൾ പൈസ എല്ലാം ചെലവാക്കിയിട്ട് കൃഷി നെല്ലൊന്നും കിട്ടാതിരിക്കുമ്പോൾ ആരും ചെയ്യില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ കൃഷി ഇനി അടുത്ത പ്രാവശ്യം വേണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പിന്നെയും മറ്റു സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരൂലേ ഭക്ഷണത്തിനായിട്ട്? നമ്മൾ സ്വയം പര്യാപ്തമാണ് നമ്മുടെ കേരളം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പറയാനാവൂലല്ലോ. വെള്ളം തടയാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പഞ്ചായത്തും കൃഷിഭവനെല്ലാം കൂടിയിട്ടില്ല ഒരു ഇത് ചെയ്യണം. എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇനി ചെയ്തിട്ട് കാര്യമില്ല. അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മ ഇനി കൃഷി ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ പാസ്സായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ
അപ്പൊ ഈ ഒരു തവണ ഉപ്പുവെള്ളം കയറിയ മണ്ണിൽ എത്ര പ്രാവശ്യം ഇനി എത്ര തവണ എടുത്താലായിരിക്കും നമ്മുടെ ആ പണ്ടത്തെ ഒരു രീതിയിൽ നെൽകൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? അതിപ്പം കുറേ വർഷം തന്നെ വേണ്ടി വരും. ആ ഒരു തരത്തിലേക്ക് ഈ മണ്ണ് മാറിയിട്ടുണ്ടാവും അല്ലെ ഈ ഒരു പ്രാവശ്യത്തെ ഉപ്പുവെള്ളം കയറലിലൂടെ? ഇപ്പൊ ആ നെല്ല് വരെ നമ്മ വായിലിട്ട് നോക്കുമ്പോൾ അത് ഉപ്പുരസം. സ്വയം പര്യാപ്തമാണ് നമ്മുടെ കേരളം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെയും കാണുമ്പോൾ ഇനി അടുത്ത തവണ കൃഷി ചെയ്യില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് കർഷകർ ഇറങ്ങിത്തിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ പണ്ടൊക്കെ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ച് നമ്മുടെ ഭക്ഷ്യസാധനങ്ങളൊക്കെയും വാങ്ങുമ്പോൾ ഇപ്പോൾ അവരവർക്കൊക്കെ വേണ്ടതൊക്കെയും അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതി പൊതുവെ നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു തവണ ഈ ഒരു ഉപ്പുവെള്ളം കയറുന്നതിലൂടെ എല്ലാ പ്രാവശ്യവും ഉപ്പുവെള്ളം കയറുന്നുണ്ട്. ഈ ഒരു തവണ കൂടുതൽ കയറിയത് കൊണ്ട് തന്നെ കൃഷി ഇറക്കിയതിലും വലിയ നഷ്ടമാണ് കർഷകർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത പ്രാവശ്യം ഇങ്ങനൊരു കൃഷി ഇറക്കണ്ടെന്നും നമ്മൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്നും എന്നൊരു രീതിയിലേക്കാണ് കർഷകർ എത്തിച്ചേരുന്നത്. ഈ കുണിയനിൽ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നു എന്നുള്ള ഒരു കർഷകൻ എന്ന നിലയിൽ ഇപ്രാവശ്യം ഈ ഉപ്പുവെള്ളം കയറിയതിൽ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്? എനിക്ക് വലിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൃഷി ഒരേക്കർ പോലെ കൃഷി നടത്തുകയാണ് ഇപ്രാവശ്യം. അതിൽ ഒരു പകുതിയിലധികവും നഷ്ടമാണ്. അപ്പോൾ ഈ നഷ്ടം നികത്താനാവാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇനി കൃഷിയിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ചിന്താഗതി ഉള്ളത്. അപ്പോൾ നല്ലൊരു ജലസേചന പദ്ധതിയോ അല്ലെങ്കിൽ ഈ കാലാകാലങ്ങളായിട്ട് പണ്ടുള്ളവർ ചെയ്യുന്ന രീതിയിലെ കൃഷി രീതിയും ആ ജലസേചന സൗകര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം ഇതുവരെ ഇത്രയും കാലഘട്ടമായിട്ട് ഒരു പുരോഗതി ഈ ജലസേചനത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പണ്ടേ നമ്മൾ പുഴയിൽ നിന്ന് തോടുന്ന് ചാല് കയറി പുഴയിലേക്ക് കണ്ടത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ഒരവസ്ഥ അന്നും അതെ ഇന്നും അതെ. അപ്പോൾ നമുക്ക് വെള്ളമില്ലെങ്കിൽ നമ്മൾ ഊവണി മുക്കാലി കെട്ടിയിട്ട് വെള്ളം തേവേണ്ട അവസ്ഥയാണ് ഇന്നുമില്ലത്. ഒരു സർക്കാരിന് നല്ലൊരു മാറ്റം ഇതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടാണ്. ഇത്രയും കാലഘട്ടം പുരോഗതി പ്രാപിച്ചിട്ടും നമ്മൾ കൃഷിക്ക് ആവശ്യമായ ഒരു മാറ്റം, അത് ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ള ഭക്ഷണമാണല്ലോ ഇത്, അരി, അതിനുള്ള ഒരു സൗകര്യം ചെയ്തു തരാൻ സർക്കാരിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ഇതുവരെ സാധിച്ചില്ല. ഒരു നല്ല വെള്ളം എത്തിക്കാനുള്ള ജലസേചന സൗകര്യമാണ് കാര്യമായിട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു തവണ ഇപ്പോൾ ഉപ്പുവെള്ളം കയറിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കൃഷിനെ അത് ബാധിക്കില്ലേ? ഈ മണ്ണിൽ ഇങ്ങനെ അടുത്ത പ്രാവശ്യം കൃഷിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിലേക്ക് പോകാനുള്ള കാരണം ഇത് തന്നെ. നമുക്കതിൽ നഷ്ടമല്ലാണ്ട് ലാഭം കിട്ടുന്നില്ലല്ലോ. മെനക്കേടും അതുപോലെ ക്രമാതീതമായിട്ടുള്ള പണിക്കാർക്ക് കൂലി കൊടുക്കേണ്ട അവസ്ഥ. കൃഷിയിൽ ആ കിട്ടുന്ന വരുമാനം അതിൽ കൂടുതലൊന്നും കാലാകാലങ്ങളായിട്ട് കിട്ടുന്നില്ല. ആ പൈസയിലും കിട്ടുന്നുള്ളൂ, ആ വരുമാനയിൽ കിട്ടുന്നില്ല നമുക്ക്. അപ്പോൾ കൃഷിക്ക് ചിലവാകുന്ന പൈസ നമുക്ക് അതിന് കിട്ടുന്നുമില്ല. പിന്നെ നമ്മൾ അധ്വാനവും മാനസികമായിട്ടുള്ള നമ്മളെ ബുദ്ധിമുട്ടും. അടുത്ത പ്രാവശ്യം മുതൽ കൃഷി ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്കാണ് കർഷകർ മൊത്തത്തിലേ തിരിയുന്ന ആ രീതിയിലേക്കാണ്. ഇനി അടുത്ത വർഷം കൃഷി നടത്താനേ പറ്റൂല. ഒരു കാരണവശാലും ഈ ഭാഗത്തേക്ക് കൂടി ഒന്നും കൃഷി നടത്താൻ പറ്റൂല. അടുത്ത വർഷം കൂടി കൃഷി നടത്താൻ പറ്റൂല. അങ്ങനത്തെ ഒരവസ്ഥയിലായില്ല. ഞാനെല്ലാം പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യുന്നതാണ്. പുല്ല് കൊടുത്താലാന്ന് ലേശം എന്തെങ്കിലും ചില്ലറ പൈസ കിട്ടില്ല. അതുപോലും ഈ പ്രാവശ്യമില്ല. ഇപ്പോഴത്തെ ഈ കൃഷിനാശം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എന്തുതന്നെയായാലും കൃഷിക്കാർ വളരെ നിരാശരാണ്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് നമുക്ക് പറയാം. ഏകദേശം എത്ര വർഷക്കാലമായിട്ട് ഇവിടെ ഉപ്പുവെള്ളം കയറുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ആ വർഷക്കാലം മുതൽ ഇന്നേ വരെ ആ ഒരു ഉപ്പുവെള്ളം കയറുന്നതിൽ യാതൊരുവിധ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മാറ്റങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിട്ട് 1-2 തവണ അതിന് ഗവൺമെൻറ് സഹായം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷം മുന്നേ ഒരു 50 ലക്ഷം രൂപ ചെലവിൽ ഇവിടെ അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അത് ആരാ തകരാറ്? നമുക്കിപ്പോൾ അതിൻ്റെ ഗുണം ചെയ്തില്ല. അതിൻ്റെ അടിയിൽ നിന്ന് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളം കഴിഞ്ഞ വർഷവും ഉപ്പുവെള്ളം കയറിയിരുന്നു. പക്ഷേ ഇത്ര ഭീകരമായിരുന്നില്ല.
അത് ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയിട്ട് മണ്ണെല്ലാം നിറച്ചിട്ടെല്ലാം ചെയ്യാമായിരുന്നു. അത് ചെയ്ത് വരുന്നതുമാണ്. പക്ഷേ ഇത്തവണ അതൊന്നുമല്ല, അതിനേക്കാൾ ഭീകരമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഉപ്പുവെള്ളം കയറിയിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ പ്രാവശ്യം ഇത്ര വലിയ തോതിൽ ഉപ്പുവെള്ളം കയറാനുള്ള കാരണം എന്തായിരുന്നു? അതിൽ കാലാവസ്ഥ പൊതുവിൽ പറയുന്നത് പറഞ്ഞാൽ കടലിലുണ്ടാവുന്ന ഒരു കൂടുതൽ, അതായത് തിരമാലകൾ കൂടുതൽ അടിച്ചു കയറി മറ്റു പ്രദേശങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നില്ലാണ്. അമിതമായ തിരമാലകളുടെ ഒരു പ്രയോഗമാണെന്നില്ല നമ്മൾക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ്. എന്താണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഉപ്പുവെള്ളം എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്, അതാണ് നമുക്ക് പറയാൻ. പാടശേഖരത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞ കണക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ആനുകൂല്യങ്ങളൊന്നും സാധാരണക്കാരൻ്റെ ഗുണത്തിൽ എത്തുന്നില്ല. അതാണ് ആവശ്യം. ഇപ്പോൾ 75 ലക്ഷത്തിൻ്റെ ഒരു ബണ്ട് പാസ്സായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ മിനിയാന്നത്തെ മനോരമയിൽ പറഞ്ഞു അത് പാസ്സായി, അത് എടുക്കാൻ സാധ്യതയില്ല, അത് കോൺട്രാക്ടർ ഒന്നും മടങ്ങിപ്പോയില്ല ന്യൂസാണ് പത്രത്തിലുള്ള വായിക്കാൻ അറിഞ്ഞത്. അപ്പോൾ അതും നമുക്ക് കാണാകഞ്ഞിയായി മാറിയിട്ടായില്ല. അപ്പോൾ പിന്നെ എങ്ങനെ സാധാരണക്കാർ ജീവിച്ചു പോലും? സാധാരണക്കാരൻ്റെ ഒരു ചായപ്പൊടി പഞ്ചസാര മേടിക്കണമെങ്കിൽ 4 മാസം കഴിയണം. വിത്ത് ഇറക്കിയിട്ട് അതിൻ്റെ അത് കൊയ്ത്തിട്ട് കിട്ടണമെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ 25 ചായപ്പൊടി 100 പഞ്ചസാര മേടിക്കാൻ കഴിയും. ചിലപ്പോൾ 100 ചായപ്പൊടി പഞ്ചസാര മേടിക്കും ആൾ ഇപ്പോഴത്തെ തലമുറ എന്തായാലും ചിരിക്കും. നമ്മൾ അത് കേട്ടിട്ടാണ് നമ്മൾ വളർന്നിനി. അപ്പോൾ അത് മേടിക്കണമെങ്കിൽ 4 മാസം കഴിയണം. നേരത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ ബാക്കിയുള്ള തലത്തിലുള്ളവർക്കൊന്നും പ്രശ്നമില്ല. ഇനി ഉപ്പുവെള്ളം കയറിയാൽ മുള്ള കാറ്റുമായി വന്നാലും അവർക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരനാണ് ഏറ്റവും വലിയ അടിത്തറ. ഏത് രാജ്യത്തിൻ്റെ ഏത് നാട്ടിൻ്റെ അടിത്തറ കൃഷിക്കാരാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഒരു കടമ നിലവിലെ ഭരിക്കുന്ന പിണറായി സർക്കാരിന് ബാധ്യതയുണ്ട്. അപ്പോൾ ആ സർക്കാരിനെടുക്കാൻ വേണ്ടുന്ന രൂപത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായിപ്പോയി, പറ്റുന്ന കൃഷിക്കാരും ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും ഉപ്പുവെള്ളം കയറി ഈ വയലത്തിന് നശിക്കാനുള്ള കാരണം. ഇപ്പോൾ ഈ നിൽക്കുന്ന വയലിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ചെറുങ്ങനെ കയറി ഇപ്രാവശ്യം കൂടുതലായി. ഇനി കുറച്ച് ബാക്കിയുണ്ട്, അടുത്ത കൊല്ലം കയറും. ഇപ്പം വർഷം എന്ന് പറയുന്നത് അതിവർഷമാണെന്ന് പറയപ്പെടൽ. അതായത് നമ്മൾ മനുഷ്യന്മാർ നിശ്ചയിക്കുന്ന രൂപത്തിലുള്ള കാലവർഷം വരുന്നത്. അതാണ് ഓവറായിട്ടുള്ള ഏറ്റത്തിനാണ് ഈ വെള്ളം അധികം അടിച്ച് കയറുന്നത്. അപ്പോൾ അതിനെ മറിയിടണമെങ്കിൽ ഈ കാരിയിൽ അണക്കെട്ട് അത് തകർന്നിട്ട് എത്രയോ കൊല്ലങ്ങളായി. അവിടെ നിന്നാണ് ഈ വേലിയിറക്കത്തിന് ഏറ്റത്തിനും വെള്ളം കൂട്ടി വരുന്നത്. അത് തടയാത്തത്തോളം കാലം ഇനി ഏത് മുട്ടിശാന്തി നടത്തിയിട്ടും കൃഷിക്കാരന് ഗുണം കിട്ടില്ല. അതിന് വേണ്ടുന്ന നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് എടുക്കണം. സർക്കാരിൻ്റെ ഭാഗത്ത് എടുക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ താഴെക്കെട്ടിൻ്റെ അതിലേക്ക് പോകണം. എന്നാലും മാത്രമേ അത് അംഗീകരിക്കൂ. നമ്മളൊരു കാഴ്ചപ്പാടിൽ ഒരു 100-200-300 ഏക്കറോളം കൃഷി മൊത്തം കുണിയൻ 3 പാടശേഖരത്തിൽ നശിച്ചതായിട്ടാണ് ഏകദേശ കണക്ക് നമ്മുടെ അഭിപ്രായത്തിൽ. അതിൻ്റെ വിവരാവകാശ നിയമപ്രകാരം കൃഷി ഓഫീസർ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ വ്യക്തമായ കണക്ക് കിട്ടും. ഏകദേശം ഒരു 300 ഏക്കറോളം കൃഷി നശിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വയലിൽ മാത്രമാണ് കുറച്ച് കൃഷി നിലം അവശേഷിക്കുന്നത്, ബാക്കിയെല്ലാം പോയി. ഇതാണ് അവസ്ഥ. ഇപ്പം മൂർന്ന കണ്ടാണിത്. ഇരുന്നൊരു തരി പുല്ല് പോലും അതിന് കിട്ടൂല. ഈ രീതിയിൽ ഇത് മാറുമ്പം ഇതിനിപ്പോ വൈക്കോലിൽ വലിയ നഷ്ടം വന്നിട്ടുണ്ടാവില്ല? വലിയ നഷ്ടമാണ്. വൈക്കോലില്ല, അതിലൊന്നും എടുക്കാൻ പറ്റൂല. ഇതിലിപ്പം പുല്ല് കെട്ടേണ്ട വണ്ടി ഇറങ്ങാൻ പോലും സാധിക്കൂല. ഒരു പശുക്കൾ ഈ പുല്ല് തിന്നൂല. ഇതായിരിക്കും വേണ്ടാത്ത, നെല്ലും വേണ്ട ആയിരിക്കും പുല്ലും വേണ്ടാത്ത അവസ്ഥയാണ് ഇനി കൂടുതൽ അങ്ങോട്ട് കാലം. ഇത് എടുക്കാനും പറ്റൂല, ഈ ചളിയിൽ ഇത് എടുക്കാനും പറ്റൂല. കുഴിയായി ഈ കുഴി. സാധാരണ പണ്ട് കാലിനെ കൊണ്ടാണ് പൂട്ടൽ ഉഴുതുമറിക്കൽ. ഇപ്പം മെഷീൻ ഇറങ്ങിയോണ്ട് ഇത്രയും ആഴത്ത് പോകുമ്പോൾ നഞ്ച് മേലോട്ട് പൊന്തും. ആ നഞ്ചിൻ്റെ ഒപ്പരം ഈ ഉപ്പ് വെള്ളം കൂടെ കയറുമ്പം പൂർണ്ണമായി നശിച്ചു. കൃഷി കംപ്ലീറ്റ് നശിച്ചു. കൃഷിയോട് താല്പര്യമുള്ളവർക്കെല്ലാം ഭയങ്കര ആനന്ദമാണ് ഓരോരോ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ എല്ലാം. ഇത് നമ്മൾ കണ്ണീര് കാണാനാണ് നിങ്ങൾക്ക് വന്നിനി. അപ്പോൾ ഈ കണ്ണീരിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ശാശ്വത പരിഹാരം നമ്മളെ കുണിയെ സംബന്ധിച്ചിട്ട് ആക്കി തരണം എന്നുള്ളൊരു അപേക്ഷയാണ് വെക്കാനുണ്ട്. വർഷാവർഷങ്ങളായിട്ട് ഈ കുണിയൻ്റെ മണ്ണിൽ കൃഷി ചെയ്യുന്ന കർഷകരാണ് ഇന്ന് നമ്മോട് സംസാരിച്ചിട്ടുള്ളത്.
യഥാർത്ഥത്തിൽ ഈ ഒരു സംസാരത്തിന് ശേഷം സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ എനിക്കും പറ്റുന്നില്ല. കാരണം അത്രയേറെ വിഷമത്തിലാണ് ഇവിടെയുള്ള കർഷകർ. ഇവിടെ ഉപ്പുവെള്ളം കയറുന്ന ഒരു ഏരിയയാണ് ഈ കുണിയൻ ഗ്രാമം എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഇപ്രാവശ്യം അതിനേക്കാൾ ഏറെ ഇരട്ടിയാണ് ഇപ്രാവശ്യം ഉപ്പുവെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു വയലിൽ പോലും നമുക്ക് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഉപ്പുവെള്ളം കയറിയതിൻ്റെ ഒരു സിമ്പലാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കർഷകർക്ക് വൈക്കോല് പോലും ഇത്തവണ നേരെ കിട്ടിയിട്ടില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കർഷകരില്ലാതെ നമുക്കൊരു നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ കർഷകരുടെയൊക്കെയും പരാതി ഇത്രനാളത്തെ പരാതി പോലെയല്ല. ഇനി നല്ല രീതിയിൽ തന്നെ അത് പരിഹരിച്ചുകൊണ്ട് നമ്മുടെ കർഷകരെ നിലനിർത്താൻ നമുക്കും സാധിക്കണം. അതിന് നമ്മളും ഒത്തുചേർന്ന് നിൽക്കണം. ഭൂമികയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ.